ഇത്ര അധികം ആളുകളായിട്ട് ബന്ധമുണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും നമ്മൾക്ക് പലപ്പോഴും ഇന്ന് ഇത്രയും അധികം തീവ്രമായിട്ടുള്ള ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ആ ലോൺലിനെസ് ഫീൽ ചെയ്യപ്പെടുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അതായത് നിങ്ങളുടെ ഫോണിൽ എത്ര പേരുടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടാവും? 500 ആണോ? 1000 ആണോ? ചിലർക്കത് 2000 പോലും ഉണ്ടാവും. അല്ലേ? നമ്മൾ വാട്സാപ്പ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നൂറുകണക്കിന് ചാറ്റുകൾ അതിൽ കാണാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ അവരുടെ റീൽസ്, അവരുടെ ലൈഫ്. ഫേസ്ബുക്കിലാണെങ്കിൽ നമുക്ക് നൂറുകണക്കിന് ഫ്രണ്ട്സ് ഉണ്ടാവാം. ഒരു പക്ഷേ നമുക്ക് ഇഷ്ടം പോലെ ലൈക്സും എല്ലാം നമുക്ക് കിട്ടുന്ന ആളായിരിക്കാം. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേക്കുക. ഒരു ദിവസം രാത്രി നിങ്ങളുടെ മനസ്സ് ആകപ്പാടെ തകർന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ഒന്ന് വിളിച്ച് സംസാരിക്കാൻ പറ്റുന്ന എത്ര ആളുകൾ നിങ്ങളുടെ ലൈഫിലുണ്ടാവും? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എൻ്റെ ആ ഒരു ടെഡെക്സ് ടോക്കിന് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് എൻ്റെ മനസ്സിലിങ്ങനെ വന്നു. അതെനിക്ക് ഇന്നും മറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ബുക്കിൽ പലപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ചരിത്രത്തിൽ ഇന്നുള്ള അത്രയും മനുഷ്യർ തമ്മിൽ ഒരിക്കലും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിട്ടില്ല. അത്രയും കണക്റ്റഡ് ആണ് ഹ്യൂമൻ ബീയിങ്. ഒരു സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആളുമായിട്ടും സംസാരിക്കാൻ പറ്റും. ഫേസ് ടൈം ചെയ്യാൻ പറ്റും, ഫോട്ടോ അയക്കാൻ പറ്റും. അല്ലേ? നമുക്ക് വോയിസ് നോട്ട് അയക്കാം. എന്തെല്ലാം സൗകര്യങ്ങളാണ് നമുക്കെന്നുള്ളത്. എല്ലാം എളുപ്പമാണ് ഇന്നത്തെ കാലത്ത്. പക്ഷേ അതേ സമയത്ത് തന്നെ ലോക ചരിത്രത്തിൽ മനുഷ്യൻ്റെ ഹിസ്റ്ററിയിൽ ഇത്രത്തോളം മനുഷ്യൻ ഏകാന്തത അല്ലെങ്കിൽ ആ ഒരു ലോൺലിനെസ് അനുഭവിക്കണ വേറൊരു സമയവും ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്കൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ തോന്നാറുണ്ട്. നമ്മൾ ഇത്രയും കണക്റ്റഡ് ആവാനായിട്ട് ഇത്രയും എളുപ്പമുണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കാം ആ ഒരു റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ ഇത്ര ബുദ്ധിമുട്ടായി പോകണമെന്നുള്ളത്? അല്ലെങ്കിൽ മനുഷ്യൻ എന്തുകൊണ്ടാണ് അതുകൊണ്ട് സഫർ ചെയ്യണമെന്നുള്ളത്? ഒരു കുറച്ച് പുറകിലോട്ട് പോവുകയാണെങ്കിൽ ആ ഒരു കോവിഡിൻ്റെ സമയം എനിക്ക് ഒട്ടും മറക്കാൻ പറ്റാത്തൊരു സമയമാണ്. കാരണം കോവിഡ് സമയത്ത് ഞാൻ ഓസ്ട്രേലിയയിൽ തനിച്ചായിരുന്നു. ഞങ്ങളുടെ ഒരു ഫാമിലി ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാനും വൈഫും നാട്ടിലേക്ക് പോയി. കൊച്ച് ഒരു 3 മാസമുള്ള മിലനുണ്ടായിരുന്നു. പക്ഷേ ചില സാഹചര്യങ്ങളെ കൊണ്ട് കോവിഡ് വന്നു. അവർക്ക് തിരിച്ചിങ്ങോട്ടേക്ക് പോരാൻ പറ്റില്ല. എനിക്ക് പോകേണ്ടി വന്നു. പക്ഷേ ഞാനിവിടെ തനിച്ചായിട്ടുള്ള കുറേ മാസങ്ങളിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമുണ്ട്. എനിക്കെല്ലാവരും വിളിക്കാൻ പറ്റുമായിരുന്നു, നാട്ടിലുള്ള എല്ലാവരും. എൻ്റെ അച്ഛനെയും അമ്മേനെയും എൻ്റെ ഫാമിലീനെ എല്ലാവരും. ഒരു വിളിപ്പാടകൽ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കാണാൻ പറ്റും, വീഡിയോ കോൾ ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും, ചിരിക്കാനും കഥ പറയാനും എല്ലാം പറ്റുമായിരുന്നു ആ സമയത്ത്. പക്ഷേ സത്യസന്ധമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫുമായിട്ട് അത്രയും അകലത്തിലാണ് ഞാനെന്ന് മനസ്സിലാക്കിയ ഒരു സമയം കൂടിയായിരുന്നു. അത്രയും ഐ വാസ് സോർട്ട് ഓഫ് മോർ എലോൺ ഇൻ ദാറ്റ് ടൈം. എൻ്റെ ഫ്രണ്ട്സും ഇവിടെ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും കൂടി ഒരു ഒരു നമ്മൾ ഒരു ഫോണിൽ കൂടെ ബന്ധപ്പെടുന്നതോ അല്ലെങ്കിൽ വീഡിയോ കോളിൽ കൂടെ ബന്ധപ്പെടുന്നതോ അതിൻ്റെ അപ്പുറത്തേക്ക് ആയിരുന്നു നമ്മളുടെ റിലേഷൻഷിപ്സിൻ്റെ ഡെപ്ത് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ആ ദിവസമായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു റിപ്പോർട്ട് വായിക്കുകയായിരുന്നു. അതായത് അതിൽ കുറച്ച് നമ്പേഴ്സ് പറയുന്നുണ്ട്. നമ്മളെ ശരിക്കും ആശ്ചര്യപ്പെടുത്തുന്ന നമ്പേഴ്സാണത്. അത് ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് പറയുമ്പോൾ ഏകദേശം 5 ബില്യണിലധികം ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. ലോകത്തിലെ ഏകദേശം ഭൂരിഭാഗം, അതായത് പകുതിയിലധികം നമ്പേഴ്സ് ഓഫ് ആളുകൾ സോഷ്യൽ മീഡിയ വഴി, ടെക്നോളജി വഴി കണക്റ്റഡ് ആണ്. മനുഷ്യരെ കണക്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളൊരു പ്രശ്നത്തിന് ഒരു പരിധി വരെ ഒരു പരിഹാരമുണ്ട് ഇന്നത്തെ കാലത്ത്. നമുക്കൊരു പക്ഷേ ഒരു വലിയൊരു പ്രശ്നത്തിന് ഇന്നും പരിഹാരമായിട്ടില്ല. കാരണം നമ്മൾ വിചാരിച്ചിരിക്കുന്ന പോലെ കുറേ കോൺടാക്റ്റ് നമ്മളുടെ ഫോണിലുണ്ടാവുന്നത് അല്ല. കോൺടാക്റ്റിനേക്കാളും ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് കോൺടാക്റ്റിനേക്കാൾ അപ്പുറത്താണ്. അല്ലേ? എനിക്ക് തോന്നുന്നത് നമ്മളൊരു വലിയ തെറ്റിദ്ധാരണയുടെ ലോകത്താണ് ജീവിക്കുന്നത്. നമ്മളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ അവരായിട്ട് കോൺടാക്റ്റഡ് ആയി എന്നുള്ളത്. ഒരു ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ അവരായിട്ട് ഇത്തിരി കൂടി ക്ലോസ് ആയി എന്നുള്ളത്. അല്ലെങ്കിൽ വല്ലപ്പോഴും ഒന്ന് വീഡിയോ കോൾ ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുകയാണ് നമ്മൾ ഏകദേശം ഒരുമിച്ചാണ്, അവർ നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അതൊന്നുമല്ല. കണക്ഷൻ എന്നത് നിങ്ങളെ ആരെങ്കിലും മനസ്സിലാക്കുന്നു എന്നുള്ളൊരു തോന്നലാണ്. അതായത് നിങ്ങൾക്ക് ഒട്ടും അഭിനയിക്കാണ്ട്, ഒട്ടും ആർട്ടിഫിഷ്യൽ ആവാണ്ട് നിങ്ങളായിട്ട് തന്നെ ഇരിക്കാനുള്ള ഒരു സേഫ് സ്പേസാണ് ശരിക്കും. അതിൽ നിന്ന് കിട്ടുന്ന ഒരു സേഫ്റ്റിയാണ് ഈ കണക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ സംസാരിക്കുമ്പോൾ ആരെങ്കിലും ശരിക്കും നിങ്ങളെ കേൾക്കണു എന്നുള്ളൊരു അനുഭവം കൂടിയാണ് എന്നെ സംബന്ധിച്ച് ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തെ പ്രായമായിട്ടുള്ള ഒത്തിരി ആളുകളുടെ കൂടെ അവരുടെ ആ ഒരു ലാസ്റ്റ് 1000 ഡേയ്സ് ഓഫ് ലൈഫ് എന്ന് ഞാൻ പറയാറുള്ള പോലെ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യാനും അവരുടെ കഥകൾ കേൾക്കാനൊക്കെയുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ലൈഫിൻ്റെ ആ ഒരു ഫൈനൽ സ്റ്റേജസിൽ ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല നമുക്ക് ഇനിയും കുറച്ചും കൂടി പൈസ സമ്പാദിക്കണമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി അവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്യണമായിരുന്നു എന്നൊന്നും. എല്ലാവരും പറഞ്ഞത് വേറൊന്നാണ്. അവരുടെ ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ കുറച്ചും കൂടിയും കുറച്ചൊരു അവെയർ ആയിട്ടുള്ളൊരു സമയം സ്പെൻഡ് ചെയ്യായിരുന്നു എന്നാണ് പല ആളുകളും പറഞ്ഞിട്ടുള്ളത്.
അല്ലെങ്കിൽ അവരുടെ ആ ഒരു സുഹൃത്തിനെ വിളിക്കായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ബന്ധം, ആ ഒരു റിലേഷൻഷിപ്പ് ഞാൻ നഷ്ടപ്പെടുത്തരുതായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു പല ആളുകളും ആ ഒരു സമയത്ത് അവരുടെ അവസാന സമയങ്ങളിൽ നമ്മളൊരു ജേണിയുടെ അവസാനത്ത് പറയുന്നതിന് വാല്യൂ ഉണ്ടല്ലോ, അവർ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നത്. അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇപ്പം നമ്മൾ സത്യത്തിൽ ജീവിതത്തിൽ അന്വേഷിക്കുന്നത് ആ ഒരു സക്സസ് എന്ന് പറയപ്പെടുന്ന ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ആ ഒരു സംഭവമാണോ? അതോ നമ്മളെ ശരിക്കും ആരെങ്കിലുമൊക്കെ മനസ്സിലാക്കണം എന്നുള്ളൊരു ആഗ്രഹമാണോ എന്ന്? അങ്ങനെ ഒരു ചിന്ത എൻ്റെ പലപ്പോഴും എൻ്റെ ഉള്ളിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പം ഞാൻ ഉയർത്തിക്കൊണ്ടുവരുന്ന ആ ഒരു കണക്റ്റ് എന്ന ആശയം എൻ്റെ മനസ്സിൽ രൂപപ്പെടാൻ തുടങ്ങിയതും ഏകദേശം ഇത്തരം ചോദ്യങ്ങളിൽ നിന്നൊക്കെയാണ്. മറ്റുള്ളവരായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന ഒരു ടൂള് എപ്പോഴും നമ്മളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷനാണ്. നമ്മളുടെ ആ ഒരു സംസാരിക്കൽ, അല്ലെങ്കിൽ ദ വേ വി ഇൻറ്ററാക്ട് വിത്ത് അതേഴ്സ് ആണ്. ഞാൻ പറയാറുള്ള സംസാരിക്കൽ മാത്രമല്ല ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു കേൾക്കലും കൂടിയാണ്. ഒരു ലിസണിങ്ങും കൂടിയാണ്. അതൊരു പ്രസൻസോട് കൂടി ലിസൺ ചെയ്യലാണ്. അതൊരു മനസ്സിലാക്കലും കൂടിയൊക്കെയാണ്. ഒരു ചെറിയ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. അത് നിങ്ങൾ നമ്മളുടെ മുമ്പിൽ ഫോൺ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഒരാളെ ശരിക്കും അവർ പറയുന്നത് കേട്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കിയത് ഏകദേശം എപ്പോഴായിരിക്കാം? ഒരുപക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് വേണ്ടത് കൂടുതൽ ആ ഒരു കോൺവെർസേഷൻ അല്ലായിരിക്കാം. കൂടുതൽ ആ ഒരു പ്രസൻസ് ആയിരിക്കാം. നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളുടെ സമയം, അത്രയും വാല്യുബിൾ ആയിട്ടുള്ള നമ്മളുടെ സമയം ഒരാളുടെ കൂടെ സ്പെൻഡ് ചെയ്ത് അവരുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഇച്ഛയുമില്ലാതെ ഒരാളുടെ പറയുന്നത് അവരുടെ ലൈഫിലുള്ള ഇവൻസിനെ കേൾക്കാൻ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സമയത്തിനായിരിക്കാം ഇന്നത്തെ കാലത്ത്, ഇനി അങ്ങോട്ടുള്ള കാലത്തും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ അങ്ങനെ ഒന്ന് മാറി ചിന്തിച്ച് നോക്കിയോക്കുക. നമ്മൾ ആ ഒരു ഡെലിബറേറ്റ്ലി, കോൺഷ്യസ്ലി, അല്ലെങ്കിൽ ഇൻറ്റൻഷനലി ഒരാളുടെ അടുത്ത് ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ ലൈഫിൽ എന്തൊക്കെ വ്യത്യാസം ഉണ്ടാവുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രസൻസ് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്.